അവരുടെ ഡ്രീം എന്ന് പറയുന്നത് പഠനം, ജോലി, സെറ്റിൽമെന്റ് എന്നുള്ളതാണ്. അവിടെ പഠിക്കാൻ പോയിട്ട് തിരിച്ചു വരണോ അവിടെ തന്നെ നിൽക്കണോ? അതാണ് ഒരു കോമൺ മാൻ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് ഡിപ്പെൻസ് അല്ലേ. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് നമ്മളിതിനെ ഒരു ആൾക്കാരുടെ സാമ്പത്തിക സാഹചര്യവുമായിട്ട് കണക്ട് ചെയ്ത് വേണമെങ്കിൽ പറയാം. ഒരു വിഭാഗം ഇപ്പം നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ട് പൈസയുണ്ട്, നമുക്ക് സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടുകളില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പേരൻസ് പറയും പഠിച്ചിട്ട് തിരിച്ചു പോന്നാലും കുഴപ്പമൊന്നുമില്ല, അവിടെ നിൽക്കണമെന്ന് ഞങ്ങൾക്കില്ല. എന്നാൽ രണ്ടാമതൊരു ഗ്രൂപ്പുണ്ട്, അവർക്ക് ഈ വിദേശ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരുപക്ഷെ അവർ ലോൺ എടുത്തും കടം മേടിച്ചും ഒക്കെ ആയിരിക്കാം ഇതിനെ അവർ അക്സസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന ആൾക്കാർക്ക് അവർക്ക് അതിൽ നിന്നൊരു റിട്ടേൺ കിട്ടണം. അപ്പോൾ ആ റിട്ടേൺ എന്ന് പറയുന്നത് അവർ ലക്ഷ്യം വെക്കുന്നത് അവിടെ അതിന് ശേഷം ഒരു ജോലി കിട്ടും, ആ ജോലിക്ക് ശേഷം ഇനി അവിടെ സെറ്റിൽ ചെയ്യണമെങ്കിൽ സെറ്റിൽ ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പം വലിയൊരു അവരുടെ ഡ്രീം എന്ന് പറയുന്നത് പഠനം, ജോലി, സെറ്റിൽമെന്റ് എന്നുള്ളതാണ്. അപ്പം ഈ രണ്ടാമത്തെ വിഭാഗം അവിടെ ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. നിൽക്കണോ തിരിച്ചു പോരണോ, ഇത് ഡെഫിനറ്റ്ലി സ്റ്റുഡന്റിന്റെ ചോയ്സ് ആണ്. പക്ഷേ എഡ്യൂക്കേഷൻ ലോണും വലിയ രീതിയിലുള്ള കടവുമായിട്ട് വിദേശ വിദ്യാഭ്യാസത്തിന് പോകുന്ന ഒരു കുട്ടി, ആ കുട്ടിക്ക് അവിടെ നിൽക്കണമെന്നുള്ള ആഗ്രഹം തീർച്ചയായിട്ടും കാണും. കാരണം ഈ മുടക്കിയ പൈസ തിരിച്ചു കിട്ടണമല്ലോ. അപ്പൊ ഈ വിഭാഗത്തിൽ വരുന്ന കുട്ടികൾ അവർ വളരെ കെയർഫുൾ ആവുകയും വേണം. ഇവരെ സംബന്ധിച്ച് വളരെ ശ്രദ്ധിച്ചു മാത്രം എടുക്കേണ്ട ഒരു തീരുമാനവും നല്ല ഹാർഡ് വർക്ക് ഞാൻ ചെയ്യുമെന്നുള്ള ഡിറ്റർമിനേഷനോട് കൂടിയും വേണം ഇതിലോട്ട് കടന്നു വരാൻ. ആദ്യത്തെ വിഭാഗത്തിന് ആ ചലഞ്ച് ഇല്ല, കാരണം അവർക്ക് സാമ്പത്തികമായിട്ട് അവർ സേഫാണ്, തിരിച്ചു പോന്നാലും കുഴപ്പമില്ല. അപ്പം നിൽക്കണോ വേണ്ടയോ, കേരളത്തിൽ നിന്ന് പോകുന്ന വിദ്യാർത്ഥികളിൽ ഒരു വലിയ വിഭാഗത്തിനും നിൽക്കണമെന്നുള്ളതാണ് ആഗ്രഹം.